2025 ആദ്യ മാസമായ ജനുവരി പടിയിറങ്ങുമ്പോൾ മനസ്സിനെ മരവിപ്പിക്കുന്ന കുറ്റകൃത്യങ്ങൾ നടന്ന ഒരു മാസം കൂടിയാണ് കടന്നുപോകുന്നത്. നമ്മൾ മലയാളികളല്ലേ, ഇത് കേരളമല്ലേ എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന മലയാളികൾ ഞെട്ടലോടെയാണ് അരും കൊലകളുടെ വാർത്തകൾ കേട്ടത്. ഉത്തരേന്ത്യയിൽ കണ്ടുവന്നിരുന്ന വാർത്തകളുടെ സമാന അവസ്ഥയിലാണ് കേരളം നിലവിലുള്ളത്. 2 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് സ്വന്തം അമ്മാവൻ. അമ്മയുടെ മൊഴിയിലെ വൈരുദ്ധ്യം കാരണം അമ്മയും പോലീസിന്റെ സംശയത്തിലാണ്. പാലക്കാട് നെന്മാറയിൽ ഭാര്യയെ കൊന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതി ഭർത്താവിനെയും അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തി കൊടും ക്രൂരത നടത്തി പോലീസിനെ കബളിപ്പിച്ച് ചെന്താമര എന്ന കൊടും കുറ്റവാളി. മയക്കുമരുന്നിനടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ദാരുണ സംഭവം നടന്നത് കോഴിക്കോട് താമരശ്ശേരിയിൽ. ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നെത്തിയ ശേഷം ബ്രെയിൻ ട്യൂമറിന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയായിരുന്ന അമ്മയെ തന്റെ ഏക മകനായ ആഷിഖ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. തിരുവനന്തപുരം നെട്ടയത്ത് സ്കൂൾ ബസ്സിനുള്ളിൽ 9ാം ക്ലാസ്സുകാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് വെറും 11ാം ക്ലാസ്സുകാരനായിരുന്നു. മറ്റൊരിടത്ത് പ്രധാനാധ്യാപകന് നേരെ വധഭീഷണി ഉയർത്തി വിദ്യാർത്ഥി. അമ്മ തൂങ്ങി മരിച്ച നിലയിലും കുഞ്ഞിനെ ബക്കറ്റിൽ മരിച്ച നിലയിലും കണ്ടെത്തിയത് മറ്റെവിടെയുമല്ല, നമ്മുടെ മലപ്പുറത്താണ്. കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച വാർത്ത തൃശൂരിലായിരുന്നു. ചോറ്റാനിക്കരയിൽ ക്രൂര പീഡനത്തിന് ഇരയാക്കി അത്യാസന്ന നിലയിലെത്തിച്ചത് സ്വന്തം ആൺസുഹൃത്ത്. പ്രണയപ്പകയിൽ നിന്ന് വന്ന കൊലപാതകങ്ങളും ആത്മഹത്യകളും കേരളത്തിൽ ഇത് ആദ്യമായല്ല. പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിനാൽ യുവതിയുടെ വീട്ടിൽ യുവാവ് വന്ന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത് തൃശൂർ കുട്ടനെല്ലൂരിൽ. കാസർഗോഡ് മദ്യലഹരിയിൽ യുവാവിന്റെ പരാക്രമം പോലീസ് ജീപ്പിന്റെ ചില്ലുകൾ തല കൊണ്ട് ഇടിച്ചു തകർത്തായിരുന്നു. അങ്ങനെ എത്ര സംഭവങ്ങൾ. 2025 ആദ്യ മാസം പിന്നിടുമ്പോൾ തന്നെ നാടിനെ ഞെട്ടിക്കുന്ന, മനസ്സിനെ മരവിപ്പിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് കേരളം സാക്ഷിയാവുന്നത്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ എന്ന് കളിയാക്കി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്നാൽ ഇപ്പോൾ അത് ശരിക്കും അർത്ഥവത്താവുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2025 ആദ്യ മാസം എങ്ങനെയാണെങ്കിൽ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം.